ബ്രഹ്മയുഗം പിന്നെ അടുത്ത സിനിമയ്ക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ കരിയറിൽ തന്നെ തന്നിട്ടുള്ള ഒരു ലേണിംഗ് എന്തായിരുന്നു? ബ്രഹ്മയുഗത്തില് ലേണിംഗ് ആസിന് ഇപ്പം അങ്ങനെ ഒരു ടീമിന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടായിരുന്നു അവര് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് വയനാട് സ്റ്റുഡിയോസ് നൈറ്റ് ഷിഫ്റ്റ് രാം സാറിന്റെ ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടാണ് അവർ പ്ലാൻ നേരത്തെ ചെയ്തിട്ടാണ്. ഇപ്പം നമ്മളൊരു ഫ്രം ടുമോറോ എന്ന് പറഞ്ഞ പോസ്റ്റർ ഇറക്കുമ്പോഴും ഫ്രം ടുഡേ ഇൻ സിനിമാസ് നൗ എന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്നത് പോലും അവർ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനെ വേണം ഇറക്കാൻ, നമുക്ക് ഇന്ന ദിവസമായിട്ട് വരും, അവർ ദേ ഹാഡ് പ്ലാൻഡ് റിലീസ് എന്നാണ്. അപ്പൊ അതിനെങ്ങനെ പോസ്റ്റർ പോകണം, എന്ത് ടൈപ്പ് പോസ്റ്റർ പോകണം എന്നൊക്കെ ഉള്ളൊരു ക്ലാരിറ്റി അവർക്ക് ഉണ്ടായി. ബാക്കി ക്രിയേറ്റീവ് ഫ്രീഡം നമുക്ക് എടുക്കാം, എന്നാലും ഒരു സോൺ നമുക്ക് തരും. അതെപ്പോഴും ഭയങ്കര വർക്കിംഗ് ആണ്. രാം സാറിന് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് മാർക്കറ്റിംഗിൽ സെൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതിനെ ഫോളോ ചെയ്തപ്പോൾ ഭയങ്കര രസമുള്ള കുറെ സാധനം. അപ്പൊ നമ്മളൊരു സ്ട്രക്ചറിൽ ഭയങ്കര പ്രോപ്പറായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ബ്രഹ്മയുഗത്തിലാണ്. ആ സ്ട്രക്ചർ നമ്മൾ പിന്നീട് മറ്റ് സിനിമകളിൽ എടുത്ത് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷം, സുഖം, ഇപ്പോഴേ ആദ്യമേ ക്ലാരിറ്റി കിട്ടും.